വിശുദ്ധ മർക്കോസ് 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശോയിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. അശുദ്ധാത്മാവ് ബാധിച്ച കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസമാണോ നമുക്ക്, അതോ ശിഷ്യന്മാരുടെ വിശ്വാസമാണോ നമുക്ക് എന്ന് ചിന്തിക്കാം. ദൃഢമായ വിശ്വാസം ശിഷ്യന്മാർക്കുണ്ടായിരുന്നെങ്കിൽ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. നമ്മളിലുള്ള വിശ്വാസം ദൃഢമാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടണം. ഈ നോമ്പുകാലത്ത് എല്ലാ ദിവസവും ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ചിന്തിക്കുകയും കുരിശിൻ്റെ വഴി ചൊല്ലുകയും ജപമാലയും കരുണകൊന്തയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലി ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവെക്കാം. എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അശുദ്ധാത്മാവ് ബാധിച്ച കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം പോലെ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന്. ഈശോയെ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഈശോയുടെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥനാപരമായി ജീവിതം നയിക്കുവാനും ഈശോയിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നിരിക്കാതെ ഈശോയ്ക്ക് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.